നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പി ജെ ജോസഫ് ജോസ് കെ മാണിക്ക് നേരെ സൗഹൃദ ഹസ്തം നീട്ടുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലയിച്ചേക്കുമെന്നുള്ള സൂചനകൾ ശക്തമാവുകയാണ്. പി ജെ ജോസഫ് ഇന്ന് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ വളരുംതോറും പുലരുമെന്ന് കെ എം മാണി പറഞ്ഞത് ഒരു വാമൊഴി വഴക്കത്തിന്റെ ഭാഗമായിട്ടാണെന്നും കേരള കോൺഗ്രസുകൾക്ക് ഒന്നിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്നുമാണ് ജോസഫ് പറഞ്ഞത്. പി ജെ ജോസഫ് ഏതായാലും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ അപ്പു ജോസഫിനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചുമതലകൾ ഏൽപ്പിക്കുകയാണ്. തന്റെ മകനെ ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ അതൊരു ഒറ്റ പാർട്ടിയായിട്ട് നിന്ന് മുന്നോട്ട് നീങ്ങുക അത്ര എളുപ്പമല്ല എന്ന് പി ജെ ജോസഫിന് അറിയാം. കാരണം മകന്റെ പരിചയക്കുറവും അനുഭവ സമ്പത്തും വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് ഉടനെ മകനെ ഏൽപ്പിക്കാൻ പി ജെ ജോസഫിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസ് തമ്മിൽ യോജിച്ച് ലയിച്ച് ഒറ്റ കേരള കോൺഗ്രസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് UDF-നും LDF-നും മുന്നിൽ ഇവർക്ക് വിലപേശാൻ കഴിയുമെന്നും ജോസ് കെ മാണിക്കും അപ്പു ജോസഫിനും ഒരുപോലെ തങ്ങളുടെ കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കാൻ കഴിയുമെന്നുമുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ പി ജെ ജോസഫിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി ജെ ജോസഫും ജോസ് കെ മാണിയും തമ്മിൽ ഇക്കാര്യത്തിൽ ചില രഹസ്യ ചർച്ചകൾ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസ് കെ മാണി ലയനത്തിന് മനസ്സുകൊണ്ട് അനുകൂലമായി കഴിഞ്ഞു. അദ്ദേഹം LDF ഇട്ട് പുറത്തു വരികയാണെന്നുള്ള സൂചനയും ശക്തമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF-ലേക്ക് പുതിയ കക്ഷികൾ എത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് വെറുതെയല്ല. കാരണം ജോസ് കെ മാണി UDF-ലേക്ക് എത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ LDF-ൽ അത്രയ്ക്കങ്ങ് സംതൃപ്തനല്ല, അസംതൃപ്തി ഒരുപാടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഭാഗമായി തന്നെ നിൽക്കാനാണ് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നതെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ലയനം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിക്ക് പാലയും അപ്പു ജോസഫിന് തൊടുപുഴയും സുരക്ഷിത കേന്ദ്രങ്ങളായി ലഭിക്കും. അതല്ല എങ്കിൽ ജോസ് കെ മാണി കടത്തുരുത്തിക്ക് മാറി, കടത്തുരുത്തിയിൽ നിന്ന് ജോസ് കെ മാണി നിയമസഭയിലെത്തുമെന്ന കാര്യം ആർക്കും സംശയമില്ല. അത് കേരള കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണ്, UDF-ന്റെ ഉറച്ച സീറ്റാണ്. കടത്തുരുത്തിയിലെ മോൻസ് ജോസഫിനെ ജോസഫ് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യുമെന്നാണ് ജോസ് കെ മാണി വിശ്വസിക്കുന്നത്. മോൻസ് ജോസഫ് തന്റെ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവസാനം അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരിക്കൽ ആ സീറ്റ് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ജോസ് കെ മാണിയെ തിരുവമ്പാടിയിൽ നിർത്തി വിജയിപ്പിച്ചോളാമെന്ന ലീഗിന്റെ പഴയ വാഗ്ദാനം പൊടിതട്ടിയെടുക്കേണ്ടി വരും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കേരള കോൺഗ്രസുകൾക്ക് ഇനി പഴയതുപോലെ പുലർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നാമത് അവരുടെ രാഷ്ട്രീയ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കേരള കോൺഗ്രസുകൾക്കൊന്നും ഇനി കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയില്ല. രണ്ട് പാർട്ടികളിലും രണ്ട് മുന്നണികളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കോൺഗ്രസിൽ പുതിയ തലമുറ നേതൃത്വം വന്ന് അവർ പാർട്ടിയെ ഏറ്റെടുത്തു കഴിഞ്ഞു. CPM-ലും പിണറായി മാറിക്കഴിഞ്ഞാൽ പുതിയ തലമുറയായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കേരള കോൺഗ്രസുകളുടെ പഴഞ്ഞ രാഷ്ട്രീയത്തിലൊന്നും വലിയ പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ പുലർന്നു മാറിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പുലർന്നു മാറിയെന്നാൽ സ്വയം നശിക്കുകയല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകില്ലെന്ന് തിരിച്ചറിഞ്ഞ ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിൽ യോജിക്കാൻ ലയിക്കാൻ തീരുമാനിച്ച് ഒറ്റ കേരള കോൺഗ്രസ് ആയി മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ജേക്കബ് ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസും അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസും അത് ചേർന്നേക്കാമെന്നുള്ള സൂചനയും ഇപ്പോൾ ശക്തമാണ്. PC തോമസും ഒരുപക്ഷെ അതിലെത്തേക്കാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഒരു സംയുക്ത കേരള കോൺഗ്രസ് 2026 മുമ്പ് ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.